ഇനി വരാൻ പോകുന്നത് UDF തരംഗമാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ കൊയിലാണ്ടി ഉൾപ്പെടെ 13 ജയിക്കും. 13 out of 13, ഒരു സംശയമില്ല. എന്താണ് നമുക്ക് ആ കോൺഫിഡൻസ്? തദ്ദേശ ഇലക്ഷന്റെ റിസൾട്ട് നമുക്ക് മുന്നിലുണ്ട്. ഈ നിയമസഭയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് LDF പ്രചാരണം ശക്തമായി നടത്തുന്നുണ്ട്. വയനാടിന്റെ ഫണ്ട് പിരിവ് ഉൾപ്പെടെ ആരോപണങ്ങൾ ഒരു വശത്തുണ്ട്. എന്താണ് നിങ്ങളുടെ കോൺഫിഡൻസ്? അയ്യപ്പന്റെ സ്വർണം കെട്ടവര് മറ്റുള്ളവർ പറഞ്ഞ എന്ത് കാര്യമുള്ളത്? ആരും വിശ്വസിക്കാനാണ്. യാത്ര പോയില്ല, പോയി വരാം. ഇറങ്ങിയോ? അല്ല, അവിടെ നിർത്താലോ. കോഴിക്കോട് ജില്ലയിൽ ഉടനീളം ശക്തമായ പ്രചരണങ്ങളാണ് നടക്കുന്നത്. കോഴിക്കോടിന്റെ DCC പ്രസിഡന്റ് മത്സരിക്കുന്ന കൊയിലാണ്ടി മണ്ഡലത്തിലാണ്. അവിടെ കുറച്ച് ഓളം കൂടുതലാണെന്ന് തോന്നുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDF ഏറ്റവും കൂടുതൽ മുന്നിട്ട് നൽകിയ ഒരു ജില്ലയാണ്. താങ്കൾ തന്നെ ഇവിടെ മത്സരത്തിൽ ഇറങ്ങുന്നത് എങ്ങനെയുണ്ട്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി വരാൻ പോകുന്നത് UDF തരംഗമാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ കൊയിലാണ്ടി ഉൾപ്പെടെ 13 ജയിക്കും. 13 out of 13, ഒരു സംശയമില്ല. എന്താണ് നമുക്ക് ആ കോൺഫിഡൻസ്? തദ്ദേശ ഇലക്ഷന്റെ റിസൾട്ട് നമുക്ക് മുന്നിലുണ്ട്. ഈ നിയമസഭയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് LDF പ്രചാരണം ശക്തമായി നടത്തുന്നുണ്ട്. വയനാടിന്റെ ഫണ്ട് പിരിവ് ഉൾപ്പെടെ ആരോപണങ്ങൾ ഒരു വശത്തുണ്ട്. എന്താണ് നിങ്ങളുടെ കോൺഫിഡൻസ്? അയ്യപ്പന്റെ സ്വർണം കെട്ടവര് മറ്റുള്ളവർ പറഞ്ഞ എന്ത് കാര്യമുള്ളത്? ആരും വിശ്വസിക്കാനാണ്. അത് മാത്രമല്ല, വികസനമാണ്. ജനത്തിന് ബോധ്യപ്പെട്ടു വികസനം വേണമെങ്കിൽ UDF വേണമെന്നും. അഴിമതി, സ്വജനപക്ഷപാതം, ഇത് രണ്ടുമായിരുന്നു LDF സർക്കാരിന്റെ മുഖമുദ്രം. അങ്ങനെയുള്ള സർക്കാരിനെ വെച്ചു പുറപ്പിക്കില്ല. പിന്നെ ഇതിൽ ഈ സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സുകാരും ലീഗുകാരും UDFകാരല്ല, പൊതുജനമല്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും. കാരണം ആ പാർട്ടി തകരാതിരിക്കാൻ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇത്തവണ UDF വോട്ട് ചെയ്യാം. ഈ കോഴിക്കോടും കേരളത്തിലും UDF തരംഗമാണ്. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ജനം അത്രയ്ക്ക് UDF നിൽക്കുന്നു. ഞങ്ങൾ DC പ്രസിഡന്റ് ജില്ലയുടെ കാര്യം കൂടെ ഒന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലാണെങ്കിൽ യുവാക്കൾ, ചെറുപ്പക്കാർ UDFന്റെ ഒരു പുതിയ നിര തന്നെ പൂർണ്ണമായി ഇറക്കി. അതിന്റെ ഒരു ഓളമുണ്ടോ ഫീൽഡിൽ? തീർച്ചയായിട്ടും എല്ലാവരുമായി ചർച്ച ചെയ്ത് എല്ലാ വിഭാഗത്തിനും പരിഗണന കൊടുത്ത് എല്ലാവർക്കും സ്വീകാര്യമായ സ്ഥാനാർത്ഥികളെ വെച്ചിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല, ഇത്തവണ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ തെരഞ്ഞെടുപ്പ് കാലത്തോ ഒരു ഇലയനക്കം പാർട്ടിക്കകത്ത് മുന്നണിക്കകത്തുണ്ടായിട്ടില്ല. കോൺഗ്രസും ലീഗും ഒരു പാർട്ടിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളില്ല, മുന്നണിക്കകത്ത് പ്രശ്നങ്ങളില്ല, സ്ഥാനാർത്ഥികളെ കുറിച്ച് പരാതിയില്ല, സ്വീകാര്യതയുണ്ട് താനും. എന്നാൽ തിരിച്ചപ്പുറത്തോ സ്ഥാനാർത്ഥി കുറിച്ച് തർക്കങ്ങളുണ്ട്, മുന്നണിക്കകത്ത് ചർച്ചകളുണ്ട്, മുന്നണിയിലെ ഇടത് മുന്നണിയിലെ ഘടകകക്ഷിയുടെ പാർട്ടികളുടെ പ്രശ്നമുണ്ട്. ഇന്ന് ഒരു പ്രശ്നവുമില്ലാത്ത പ്രശ്നരഹിത മുന്നണിയും പാർട്ടിയുമാണ് കോൺഗ്രസും ലീഗും UDFും. സാധാരണഗതിയിൽ എലത്തൂർ ബാലുശ്ശേരി ഒരു മത്സരം ഇല്ലെന്നാണ് നമ്മൾ മാധ്യമപ്രവർത്തകരുടെ പൊതുവെ പറയാ. അതിന്റെ ഒരു ചിത്രം തന്നെ മാറുന്ന രീതിയിലേക്ക് മാറ്റി. 100%. ഞാൻ പറഞ്ഞില്ലേ, എലത്തൂരിലൊക്കെ നല്ല ഉഗ്രൻ മത്സരമാണ് എലത്തൂരൊക്കെ. എലത്തൂരും ബാലുശ്ശേരിയും ഒക്കെ UDF. ഞാൻ കൂടെ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. ഇത്തവണ വോട്ടെണ്ണി കഴിയുമ്പോൾ LDFന്റെ അംഗസംഖ്യ കോഴിക്കോട് ജില്ലയിൽ വലിയൊരു പൂജ്യമായിരിക്കും. ഇതിനാണ് ഞങ്ങളിപ്പോൾ തീരദേശം വന്നിരിക്കും. കാരണം എല്ലാവരും റോഡ് ഷോ ഒക്കെ നടത്താറുണ്ട്. റോഡ് ഷോകൾ നടത്തി തീരദേശ മക്കളുടെ അവസ്ഥ ഭയങ്കര, സത്യം പറഞ്ഞാൽ എന്തൊരു സാഹസികമായ ഒരു ജീവിതം. ഞാൻ കേരളത്തിലൊരു കടലിനകത്തേക്കൊരു യാത്ര എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഞാനത് പോയിരിക്കുന്നത് തീരദേശ മക്കളുടെ ശരിക്കുള്ള സ്പന്ദനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നിയോജനത്തിൽ മത്സരിക്കുമ്പോൾ അത് ആവശ്യമാണ് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഞാൻ അവരോടൊപ്പം യാത്ര ചെയ്തു. UDFിൻ്റെ നേതാക്കളുണ്ട്. സത്യം പറഞ്ഞാൽ എന്തൊരു സാഹസികമായ ജീവിതം. സാഹസികവും പ്രയാസവും അറിയിക്കുന്ന ഈ സമൂഹത്തെ, ഈ ഒരു വിഭാഗത്തെ തിരിഞ്ഞു നോക്കാൻ സർക്കാരായിട്ടില്ല. ഇവിടുത്തെ ഫിഷിംഗ് ഹാർബർ UDF കൊണ്ടുവന്നാണ്. അത് തകർച്ചയുടെ വക്കിലാണ്. തീരദേശ റോഡുകൾ, കടൽ ഭിത്തി എന്ന് വേണ്ട എല്ലാം തകർച്ചയാണ്. ഇവിടെ തന്നെ ഇന്ധനത്തിന് സബ്സിഡി ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ കടലോര മക്കൾ ജീവിക്കാൻ ബുദ്ധിമുട്ട് കാണും. ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു നല്ല സ്കൂൾ പോലും ഇല്ല. അത് MDF കൊണ്ടുവന്ന ഫിഷിംഗ് സ്കൂളല്ലാതെ 25 വർഷ ശേഷം ഒരു വിദ്യാഭ്യാസം വന്നിട്ടില്ല. അപ്പോൾ ഇവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഇവരുടെ ജീവിത രീതി മനസ്സിലാക്കി ഇവരുടെ കൂടി പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് മാറി വീഴുന്ന UDF സർക്കാരിനെ കൊണ്ട് അതിശക്തമായൊരു പരിഗണന ഈ വിഭാഗത്തിന് നൽകാൻ കൂടിയുള്ള എൻ്റെ ഒരു പഠനത്തിന്റെ ഭാഗം കൂടിയാണ് ഈ കടൽ യാത്ര. അപ്പോൾ താങ്കൾ വന്നതോടുകൂടി തന്നെ നേരത്തെ സ്ഥാനാർത്ഥിയിൽ നിന്ന് മാറി പഴയ MLA K ദാസിനെയാണ് ഇറക്കിയിരിക്കുന്നത്. വെല്ലുവിളിയാണോ? പോരാട്ടം വ്യക്തികൾ തമ്മിലല്ലോ, ഇത് ആശയങ്ങൾ തമ്മിലല്ലേ. കൊയിലാണ്ടിക്കാർ മുമ്പിൽ ഒറ്റ ചോദ്യമുള്ളൂ, വികസനത്തിന്റെ പ്രതീകമായ UDF ആണോ, വികസന മുരടിപ്പിന്റെ പ്രതീകമായ LDF ആണോ? അതിന് കൊയിലാണ്ടിക്കാർ ആഗ്രഹിക്കുന്നത് വികസനമാണ്. അതാണ് വ്യക്തികൾക്കെതിരെ യാതൊരു പ്രാധാന്യമില്ല. അത്ര പ്രാധാന്യമുള്ളായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ചില്ലല്ലോ. അതുകൊണ്ട് പോരാട്ടം ഒരിക്കലും പേഴ്സണലല്ല, ഞങ്ങൾ പേഴ്സണലാക്കി എടുക്കുന്നില്ല. പോരാട്ടം രണ്ട് ആശയങ്ങൾ തമ്മിലാണ്.
കോൺഗ്രസിന് 20 വർഷമായി MLA ഇല്ലാത്തൊരു പ്രശ്നം ഇത്തവണ എന്തായാലും പരിഹരിക്കും. MLA അല്ല ഇത്തവണ, കോൺഗ്രസിന് MLA മാറുണ്ടാവും. 13 പിടിക്കുമ്പോൾ കോൺഗ്രസിന് ജില്ലയിൽ നിന്നും MLA മാറുണ്ടാവും. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസമാണ് കൊയിലാണ്ടിയെക്കുറിച്ച് മാത്രമല്ല കോഴിക്കോട് ജില്ലയെക്കുറിച്ചും DC പ്രസിഡന്റ് കൂടിയായ K. പ്രവീൺകുമാർ പങ്കുവയ്ക്കുന്നത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.